ഹലോ. അപ്പോൾ ഞാൻ വന്നേക്കുന്നത് ശാക്തേദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ പൊങ്കാല സമർപ്പിക്കാറുണ്ട് കേട്ടോ. ഇന്നും അതിന് വേണ്ടിയിട്ട് വന്നതാണ്. വന്നത് ഒരുപാട് വൈകിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എത്തിയത് തന്നെ 5:30 മണിക്കാണ്. 6 മണിക്ക് മുന്നേ തന്നെ പൊങ്കാലയിട്ട് തീരണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അമ്മയുടെ നടയിൽ എപ്പോൾ വന്നാലും നമുക്ക് പൊങ്കാല സമർപ്പിക്കാം കേട്ടോ. രാവിലെ വരാം, വൈകിട്ടിടാം. ഞാൻ കൂടുതലും വൈകിട്ടാണ് കേട്ടോ വരുന്നത്. അതാകുമ്പം തിരക്ക് കുറവായിരിക്കും. ഞാനും ദേവി മാത്രം പൂർണ്ണ മനസ്സ് അമ്മയിൽ അർപ്പിച്ചുകൊണ്ട് എനിക്ക് പൊങ്കാല ഇടാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ഓടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ദീപാരാധന തുടങ്ങാറായി കേട്ടോ. പക്ഷേ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാവാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അത് തിളയ്ക്കുന്നുണ്ട്, തീ നന്നായിട്ട് കത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ദേവിയെ വിളിച്ചുകൊണ്ട് ഞാൻ പൊങ്കാല ഇട്ടു. അമ്പലത്തിനകത്ത് ദീപാരാധനയുടെ മണിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കരുതിയിരുന്നില്ല കേട്ടോ എനിക്ക് ദീപാരാധന തൊഴാൻ പറ്റുമെന്നും അതിന് മുന്നേ പൊങ്കാല ഇട്ട് തീരാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അമ്മ എന്നെ എന്നും ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ദീപാരാധന സമയത്ത് അമ്മയുടെ നടയിലുള്ള ഒരു ചൈതന്യമാണ് കേട്ടോ ഈ കാണുന്നത്. പൊങ്കാല നേദിക്കാനായി തിരുമേനി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുമേനി എനിക്ക് പൊങ്കാലയൊക്കെ നേദിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.